നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 938th day. Today, Pradamaskanda 11th chapter, 21st ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 938ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദദേ. ഓം തത്സത്. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണം അനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദദേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഭഗവാൻ തത്ര ബന്ധൂനാം പൗരാണാം അനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദദേ. ഭഗവാൻ 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 തത്ര അവിടെ, അനുവർത്തിനാം ബന്ധൂനാം അങ്ങനെയാണ് വരേണ്ടത്. കാത്തിരിക്കുന്ന ബന്ധുക്കളുടെ സമീപത്തിൽ യഥാവിധി യഥാപ്രകാരം എപ്രകാരം വേണമോ അപ്രകാരം സമാഗമ്യ എത്തിയിട്ട് അവരുടെ കയ്യിലെത്തിയിട്ട് യഥാവിധി വിധിപ്രകാരം സമാഗമ്യ സാദരം പോയിട്ട് സർവേഷാം എല്ലാവർക്കും എല്ലാവരെയും മാനമാദതേ മാനങ്ങൾ നൽകി, അതായത് അവരുടെ മാനത്തെ നൽകി, അഭിമാനത്തെ നൽകി. അവർക്കൊക്കെ വേണ്ടുന്ന എന്തൊക്കെയാണ് അവർ മാനിച്ചത്, ആഗ്രഹിച്ചത്, അതൊക്കെ ഭഗവാൻ നൽകി. 2 ശ്ലോകങ്ങൾ 21, 22 ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. ആർക്കൊക്കെ എപ്രകാരം നൽകി എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. അതായത് ഭഗവാൻ അപ്പോൾ പ്രഭുവായിട്ടുള്ള ഭഗവാൻ ബന്ധുക്കളായിട്ടുള്ള തൻ്റെ അരികിൽ വന്നിരിക്കുന്ന എല്ലാ പട്ടണവാസികൾക്കും പൗരാണ പട്ടണവാസികൾക്ക് എല്ലാവർക്കും വിധിപ്രകാരം അവരവരുടെക്ക് വേണ്ടത് എന്താണോ അതൊക്കെ അവരുടെ മാനത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നൽകി എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ എപ്രകാരം ആർക്കൊക്കെ വരെ നൽകി എന്ന് പറയുകയാണ്. ഇതിലും ഈ ശ്ലോകത്തിലും ഭഗവാന്റെ മഹാത്മ്യം തന്നെയാണ്. ഭഗവാൻ തന്നെ കാണാൻ വന്നവരെ എപ്രകാരം ആശ്വസിപ്പിച്ചു, അവർക്കൊക്കെ എപ്രകാരം അവർ ആഗ്രഹിക്കുന്ന മാനത്തെ നൽകി എന്ന് പറയുകയാണ്. യഥാവിധി എപ്രകാരം അവർ ആഗ്രഹിച്ചുവോ സമാഗമ്യ എത്തിച്ചേർന്നവർക്കെല്ലാം, അവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അവരവരുടെ വിധിപ്രകാരം അവരവർ ആഗ്രഹിച്ച പ്രകാരം അവരവർക്ക് എപ്രകാരം നൽകണമോ ഓരോ തരത്തിലുള്ളവർക്കും അതത് വിധത്തിൽ ചിലർക്ക് ആലിംഗനം ചെയ്തുകൊണ്ട് വേണ്ടിയിരിക്കും, ചിലർക്ക് തലയാട്ടിയിട്ട്, ചിലർക്ക് പുഞ്ചിരിച്ചുകൊണ്ട്, ചിലർക്ക് കണ്ണുകൊണ്ടൊരു നോട്ടം കൊണ്ട്, ഓരോരുത്തർക്കും അവരവർക്ക് എപ്രകാരം നൽകണമോ അപ്രകാരം ഭഗവാൻ അനുഗ്രഹം നൽകി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ ആർക്കൊക്കെ എപ്രകാരമൊക്കെ നൽകി എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ശ്ലോകം ഒരിക്കൽ കൂടി 21ാമത്തെ ശ്ലോകം. ഭഗവാംസ്തത്ര ബന്ധൂനാം പൗരാണാമനുവർത്തിനാം യഥാവിധി സമാഗമ്യ സർവേഷാം മാനമാദദേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.